ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 168ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെ കുറിച്ചുള്ള 8ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6ാം സദനത്തെ കുറിച്ചുള്ള 11 അധ്യായങ്ങളില് 1ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കിയല്ലോ. 2ാമത്തെ അധ്യായം ആശങ്കയ്ക്ക് അതീതമായ മഹോന്നത ദാനങ്ങൾ എന്നാണ് അധ്യായത്തില് ഹെഡിങ് നമ്മൾ കാണുന്നത്. ഇതല്പം ചെറിയ ഒരു അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ അമദ്രേസ്യ തമ്പുരാന് വേണ്ടി തന്നെ കൊടുത്തുകൊണ്ട് 6ാം സദനത്തിലേക്ക് വരുന്ന ഒരു ആത്മാവ് അനുഭവിക്കുന്ന വളരെ അത്യുഗ്രമായ സഹനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ശാരീരികമായ ബാഹ്യമായ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങളൊക്കെ ഉൾപ്പെടെ, തെറ്റിദ്ധാരണകൾ, വിമർശനങ്ങൾ, അങ്ങനെ പിന്നെ ആന്തരികമായ ഞെരുക്കങ്ങൾ, നിസ്സഹായത, ആശ്വാസമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ, അങ്ങനെ ഞെരുക്കങ്ങളെല്ലാം അത് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു സഹനത്തിന്റെ ഞെരുക്കത്തിന്റെ ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞിട്ട്, എന്നാൽ ഇവയ്ക്കെല്ലാം അതീതമായിട്ട് വലിയ ഭദ്രതയുടെ ഒരു അനുഭവം ആ ആത്മാവ് അനുഭവിക്കുന്നുണ്ട് എന്നിവിടെ പങ്കുവെക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. 1ാമത്തെ ഖണ്ഡിക. മാടപ്രാവിന്റെ കാര്യം നാം തീരെ വിസ്മരിച്ചെന്ന് തോന്നിയേക്കാം. ഇല്ല, കഷ്ടതകൾ കൂടുതൽ ഉയർന്നു പറക്കാൻ അവളെ സഹായിക്കുകയത്രേ ചെയ്യുന്നത്. മാടപ്രാവ് എന്നുള്ള അത് പട്ടുനൂൽപ്പുഴു വിരിഞ്ഞുണ്ടായ ചിത്രശലഭത്തിന്റെ ഒരു പര്യായം പോലെയാണ് അമദ്രേസ്യ ഉപയോഗിച്ചു വരുന്നത് എന്നാണ് എനിക്കിവിടെ തിരിയുന്നത്. വാക്ക് രണ്ടാണ്. മാടപ്രാവും ചിത്രശലഭമാണെങ്കിൽ പോലും അതിന്റെ ബാക്കി പിന്നെ അമദ്രസ്യ പറഞ്ഞില്ല. കഴിഞ്ഞ അധ്യായത്തിൽ പറയാൻ നോക്കിയിട്ട് അതവിടെ നിർത്തിയിട്ട് മറ്റ് ഉദാഹരണത്തിലേക്ക് അമദ്രസ്യ പോവുകയാണ് ചെയ്തത്. വിവാഹ വാഗ്ദാനം അങ്ങനെ കാര്യങ്ങളിലേക്ക്. അപ്പൊ ഇവിടെ കഷ്ടതകൾ കൂടുതൽ ഉയർന്നു പറക്കാൻ അവളെ സഹായിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പൊ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്, അത് കാണുമ്പോൾ അതനുസരിച്ച് മടുപ്പും നിരാശയും പുറകോട്ട് പോക്കുമല്ല, ഉയർന്നു പറക്കാൻ. ഒരു പക്ഷിക്ക് അങ്ങനെയാണല്ലോ, താഴെ നിലത്തേക്ക് വരുമ്പോഴേക്കും പൂച്ചയും പട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആക്രമിക്കാനും പിടിക്കാനും ഒക്കെ വരുന്ന കാണുമ്പോൾ പൊങ്ങി പറന്നു പോവുകയാണ്. ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പം താഴെയുള്ള അപകടങ്ങള്, ഉപദ്രവങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആത്മീയ മേഖലയിൽ അമദ്രസ്യ പറയാണ്, കൂടുതൽ ദൈവത്തിലേക്ക് ഉയരാനായിട്ടാണ് ഈ കഷ്ടപ്പാടെല്ലാം അവൾക്ക് ഇടവരുത്തുക. ദിവ്യ മണവാളൻ അവളോട് പെരുമാറുന്ന വിധത്തെപ്പറ്റി നമുക്കിനി പ്രതിപാദിക്കാം. അവൾ തന്നിൽ സമ്പൂർണ്ണ സായുജ്യം പ്രാപിക്കുന്നതിന് മുൻപ് അതിനുവേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം അവിടുന്ന് അവളിൽ ആദ്യമായി അങ്കുരിപ്പിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ അത് സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ സഹനത്തിൽ കൂടെ ആത്മാവ് കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് ഒരു മുറിവേൽപ്പിക്കുന്ന പോലെയാണ്. പെണ്ണുകാണലിന്റെ കൂടിക്കാഴ്ച കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇനി അങ്ങോട്ട് കല്യാണം ഉറപ്പിക്കണം, ഒന്നാവണം, ആഗ്രഹം കൊണ്ട് നിറഞ്ഞ അവസ്ഥയില് ഇച്ചിരി മാറി നിൽക്കും ദൈവ മണവാളൻ. അത് നമ്മുടെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി ദാഹിച്ച് കൊതിച്ച് തീവ്രമായ ആഗ്രഹം, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചാണ്. ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് അവിടുന്ന് അവലംബിക്കുന്ന മാർഗങ്ങൾ അവൾക്ക് പോലും അഗ്രാഹ്യമായിരിക്കത്തക്ക വണ്ണം അത്ര സുസൂക്ഷ്മങ്ങളാണ്. അവയുടെ അനുഭൂതി സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാകത്തക്ക വണ്ണം അവ വിവരിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അമദ്രസ്യ എപ്പോഴും പറയുന്ന കാര്യമാണ്, അനുഭവങ്ങളുടെ തലമാണിത്. അത് അനുഭവിക്കാത്തവർക്ക് ഒന്നും തിരിയല, അനുഭവിക്കുന്നവർക്ക് ശകലം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ മണവാള ദൈവം നമ്മുടെ ആത്മാവിനെ തന്നിലേക്ക് മാത്രമായിട്ട് തിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് ആത്മാവിന് ശക്തമായിട്ട് വലുതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. വിവരിക്കാൻ ഞങ്ങൾ സാധിക്കും തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതീവ നേർമയും ലാളിത്യവുമുള്ള പ്രചോദനങ്ങളാണ് അവ. അവയ്ക്ക് സമുചിതമായ ഉപമയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ ആത്മാവിന്റെ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ പൊങ്ങി വരുന്ന വളരെ സൂക്ഷ്മമായ ചില പ്രചോദനങ്ങളാണ്. അതിനാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. നൊമ്പരവും വേദനയും ആഗ്രഹവും എല്ലാം അവിടെ വരുന്നത്. അതൊരു ഉദാഹരണം പറയാനൊന്നും കിട്ടുന്നില്ല. നമുക്ക് പറയാണ്. 2ാമത്തെ ഖണ്ഡിക. സ്വന്തം ശ്രമം കൊണ്ട് നേടാവുന്ന ലോകകാര്യങ്ങളിൽ നിന്നും മുമ്പ് വിവരിച്ച ആനന്ദ അനുഭൂതികളിൽ നിന്നും ഇവ തികച്ചും വ്യത്യസ്തമാണ്. സ്വയം പരിശ്രമിച്ചുകൊണ്ട് കയറി വരുന്ന ആത്മീയ തലങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭക്തി, മാധുര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആനന്ദ അനുഭൂതിയെ കുറിച്ച് പറഞ്ഞു. അതിനെല്ലാം വ്യത്യസ്തമാണിത്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവിടുന്ന് ഒരു പ്രചോദനം നൽകുന്നു. ഉള്ളിലൊരു പ്രചോദനം ദൈവം നൽകുന്നതാണ്.
അതൊരു ഉൽക്ക അഥവാ ഇടിനാദം പോലെയാണെന്ന് പറയാം. പക്ഷെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഉൽക്ക പാഞ്ഞ് അന്തരീക്ഷത്തിലൂടെ കത്തി ജ്വലിച്ചിഞ്ഞ് വരുന്നു പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ കടന്നിഞ്ഞ് വരുന്നു. അതുപോലെയാണ്. അതിനെ അവഗണിക്കാനും പറ്റുകയില്ല. എന്നാൽ ശബ്ദമൊന്നും ഇല്ലതാനും. പക്ഷെ ഉള്ളിൽ കിട്ടുന്ന അനുഭവം ഇതുപോലെ ശക്തമായ അനുഭവമാണ്. എന്നാൽ ദൈവം തന്നെ വിളിക്കുന്നെന്നും ആ വിളി തനിക്ക് വ്യക്തമായി കേൾക്കാമെന്നും ആത്മാവിന് നല്ല നിശ്ചയമുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മദ്രസ പറയുന്നത്. ആത്മാവിന് നല്ല നിശ്ചയമുണ്ട്. ദൈവം എന്നെ വിളിക്കുകയാണ്. ദൈവം എന്നെ വിളിക്കുന്നു. ഞാൻ അവിടുത്തോട് ഒന്നാകണം. ഇങ്ങനെ ഞാൻ ആയിരുന്നാൽ പോരാ. ഈ അവസ്ഥയിൽ ഒത്തിരി കയറി വരണം. ചില അടുത്ത സ്ഥലത്തേക്ക് വരണം, ഒന്നാകണം. ഇത് ആത്മാവിന് നല്ല നിശ്ചയമാണ്. ചിലപ്പോൾ വിശിഷ്യ ആരംഭത്തിൽ അവൾ ഞടുങ്ങുകയും നിലവിളിച്ചു പോവുകയും ചെയ്യാറുണ്ട്. എന്നാലും വേദനയൊന്നും അനുഭവപ്പെടുകയില്ല. ഞടുങ്ങുന്നു, നിലവിളിക്കുന്നു, തമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ നെടുവേർപ്പെട്ട് കണ്ണീർ ഒഴുക്കി കാത്തിരിക്കുന്നു, വാ തുറന്ന് കിതയ്ക്കുന്നു എന്നൊക്കെ 119 സങ്കീർത്തനം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ വാ തുറന്ന് കിതയ്ക്കുകയാണ്, അവിടത്തേക്ക് വേണ്ടി കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഫൗസ്റ്റീനയുടെ ഡയറിയിലും എവിടെയോ ഞാൻ വായിച്ച് ഓർമ്മിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഫൗസ്റ്റീന ആയിരിക്കും ഒരു ദിവസം മുറി വന്ന് കയറി ഈശോയുടെ സാന്നിധ്യം ഒന്നും കിട്ടുന്നില്ല, ഈശോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉച്ചത്തിൽ വാവിട്ട് കാറാനായിട്ട് ഫൗസ്റ്റീനായിക്ക് തോന്നിപ്പോയി. സ്വരം കേൾപ്പിക്കാതെ അവൾ മുറി കിടന്ന് കാറുകയാണ്, സ്വരം കേൾപ്പിക്കാതെ. കർത്താവേ നീ എവിടെയാ എന്ന് പറഞ്ഞു. തമ്പുരാന് വേണ്ടിയുള്ള കത്തിലും ആഗ്രഹം കൊണ്ട് കത്തുന്ന ഒരു വശത്ത് കിട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മുറിവേറ്റ അവസ്ഥയാണ്, ആശ്വാസമില്ലാത്ത അവസ്ഥ ഒരു വശത്ത്. ആ സമയത്ത് ലോകത്തിന്റെ രീതിയിലുള്ള ആശ്വാസമില്ലായ്മ അല്ലതാണ്. അങ്ങനെ പറയാണ്, ചിലപ്പോൾ ആരംഭത്തിൽ പ്രത്യേകിച്ചും അവൻ ഞടുക്കുകയും നിലവിളിച്ചു പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ വേദനയൊന്നും അനുഭവപ്പെടുകയില്ല. വേദനയല്ല, അതിനേക്കാൾ കൂടുതൽ തമ്പുരാന് വേണ്ടിയുള്ള ദാഹം, അതിന്റെ കത്തലാണ്. അത്യന്തം രമ്യമായി ക്ഷതമേൽപ്പിക്കപ്പെടുന്ന ഒരു അനുഭൂതി അവൾക്ക് സിദ്ധിക്കുന്നു. ഇതും ഒരുപക്ഷെ ഈ അനുഭവത്തിന്റെ ഒരു വളരെ നിർണായകമായ കൃത്യമായ ഒരു പരാമർശനമാണ്. അത്യന്തം രമ്യമായി ക്ഷതമേൽപ്പിക്കപ്പെടുന്ന ഒരു അനുഭൂതി. രമ്യമായി, നല്ല സ്നേഹത്തോടെ, മയത്തില്, ആദരവോടെ, മാന്യമായി, പക്ഷെ മുറിവാണ്, ഒരു മുറിവേൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു അനുഭവമാണ് കിട്ടുന്നത്. അത് കുരിശന്റെ യോഹന്നാൻ സ്നേഹഗീത എന്നുള്ള പാട്ടിനകത്ത് ഇങ്ങനെ മുറിവേറ്റ ആത്മാവ് തമ്പുരാന് വേണ്ടി ദാഹിച്ച് ഇങ്ങനെ വിഷമിച്ച് അന്വേഷിച്ച് അലയുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉത്തമഗീതത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം അവിടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഒരേ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്നാൽ അതെങ്ങനെയെന്നോ തന്നെ മുറിവേൽപ്പിക്കുന്ന ആരാണെന്നോ അറിയാൻ അവൾക്ക് നിവൃത്തിയില്ല. അത് അമൂല്യമായ ഒരു ആനന്ദ വിശേഷമാണെന്ന് മാത്രം അവൾക്ക് നിശ്ചയമുണ്ട്. ആരെ മുറിപ്പെടുത്തുന്നെന്ന് കിട്ടുന്നില്ല, പക്ഷെ തമ്പുരാന് വേണ്ടിയിട്ടാണ് മുറിഞ്ഞിരിക്കുന്നറിയാം. ഇത് ആരെ എവിടെ എന്നെ മുറിപ്പെടുത്തുന്നുള്ളത് പിടികിട്ടുന്നുമില്ല. അത് അമൂല്യമായ ഒരു ആനന്ദ വിശേഷമാണെന്ന് മാത്രം അവർക്ക് നിശ്ചയമുണ്ട്. ആ മുറിവ് സുഖപ്പെടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഇത് ഇല്ലായിരുന്നേ കൊള്ളായിരുന്നു, അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. ആ മുറിവ് ഒരു ആനന്ദ അനുഭവമാണ്. പക്ഷെ അത് തമ്പുരാന് വേണ്ടിയുള്ള വലിയ ഇരിക്കപ്പുറത്തി ഇല്ലായ്മയിലേക്കാണ് ആ വ്യക്തിയെ കൊണ്ടുവരുന്നത്. സ്നേഹസാന്ദ്രമായ പരിദേവനങ്ങൾ ഉച്ചത്തിൽ തന്നെ അവൾ പുറപ്പെടുവിക്കും. ഉച്ചത്തിൽ തന്നെ കർത്താവേ, ഈശോയെ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിയാതെ ഉള്ളിൽ നിന്ന് വിളിച്ച് കാറാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ പരാതികൾ ഇങ്ങനെ ഉയർത്തുന്ന പോലെ അനുഭവപ്പെടുകയാണ്. ദിവ്യമാണമാണെന്ന് നേർക്ക് വേറെ ഒന്നും ചെയ്യാൻ അവൾക്ക് ശേഷിയില്ല. ഇങ്ങനെ കടന്ന് തമ്പുരാന് വേണ്ടി, കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിയോടെ വിളിക്കുക എന്നുള്ളതല്ല, വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ശേഷിയില്ല. അവിടുന്ന് സന്നിഹിതനാണെന്നും എന്നാൽ തനിക്ക് ആസ്വദിക്കത്തക്ക വണ്ണം പ്രത്യക്ഷപ്പെടാതിരിക്കുകയാണെന്ന് അവൾക്ക് അറിയാം. ഇതും ഈ അനുഭവത്തിന്റെ ഈ തരത്തിലെ ഒരു പ്രധാനപ്പെട്ട പങ്കുവെക്കൽ തന്നെ മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നല്ല അനുഭവമാണ്. അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ട്, അവിടെ സാന്നിധ്യം, അത് ഉറപ്പാണ്. നേരത്തെ പറയുന്നുണ്ട്, ഈ ഉറപ്പ് നമുക്കിവിടെ ഉണ്ടാവും. ആ ഉറപ്പ് ഒരു വശത്ത്. അതേസമയം അവിടുന്ന് ഇങ്ങോട്ട് തന്നെ കാണിച്ചു തരുന്നുമില്ല, വെളിപ്പെടുത്തി തരുന്നുമില്ല, അവിടുത്തെ കിട്ടുന്നുമില്ല. അങ്ങനത്തെ ഒരു ഞെരുക്കമാണ്. ഈ വേദന ഹൃദ്യവും മാധുര്യപൂർണവുമാണെങ്കിലും അത്യന്തം തീക്ഷ്ണമാണ്.
ഇത് വല്ലാണ്ട് മാധുര്യവും ഹൃദ്യവുമാണ്. അതേസമയം ഇത് അവഗണിക്കാൻ പറ്റുകയില്ല. വല്ലാണ്ട് നമ്മളായിട്ട് കത്തിക്കുന്നതാണ്. അത് വേണ്ടെന്ന് തോന്നിയാൽ നിഷേധിക്കാൻ സാധ്യമല്ല. അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുകയില്ല. അതേസമയം ഇത് സഹിക്കാൻ പറ്റുന്നില്ലോ, ചിന്തയും വരുന്നുണ്ട്. അതിന്റെ അഭാവം അവൾ ഇഷ്ടപ്പെടുകയുമില്ല. ഇത് എന്താ എടുത്ത് മാറ്റിയേക്കാന്ന് വെച്ചാൽ അത് വേണ്ട, വേണ്ട അതെനിക്ക് വേണം, അതിനപ്പുറത്തേക്കാണ് വേണ്ടത്. ഇത് ഒഴിവാക്കിയിട്ടല്ല ആശ്വാസം ഉണ്ടാകേണ്ടത്, ഇതിന്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടാണ് ആശ്വാസം ഉണ്ടാകേണ്ടത്. ശാന്തമായ പ്രാർത്ഥനയിൽ അസ്വസ്ഥതയൊന്നും കൂടാതെ ഉണ്ടാകുന്ന ആനന്ദകരമായ നിർലീനതയേക്കാൾ ഇത് ആത്മാവിന് വളരെയധികം തൃപ്തിജനകമാണ്. പ്രശാന്തമായ പ്രാർത്ഥന, പ്രയർ ഓഫ് ക്വയറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞു ആനന്ദ അനുഭൂതി, അതിനും അപ്പുറത്തുള്ള അല്ല അതിലും ആഴത്തിലുള്ള ഒരു അനുഭവമാണ് ഇവിടെ അമദസ്യ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു മുറിവേറ്റിട്ടിരിക്കുമ്പോഴത്തേല്ല ദാഹിക്കുന്ന, അതിനുവേണ്ടി നിലവിളിച്ചു പോകുന്ന, കേഴുന്ന കെഞ്ചുന്ന ഒരു ഉള്ളിന്റെ അവസ്ഥയാണ്. അതിന് മാധുര്യമുണ്ട്, മുറിവ് വേദനയുണ്ട്. ഇപ്പം അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പ്രശാന്തമായ പ്രാർത്ഥന അല്ലെ, പ്രയർ ഓഫ് ക്വയറ്റിന്റെ ആനന്ദ അവിടെ ഉണ്ടായിരുന്ന ആനന്ദകരമായ നിർണയനതയേക്കാൾ ഇത് ആത്മാവിന് വളരെ തൃപ്തിജനകമാണ് എന്ന് പറയുകയാണ്. മൂന്നാമത്തെ ഖണ്ഡിക, സഹോദരിമാരെ, സ്നേഹത്തിന്റെ ഈ പ്രവർത്തനം നിങ്ങൾക്ക് വിശദമാക്കി തരാൻ വേണ്ടി ഞാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടെന്നോ, എങ്കിലും സമുചിതമായ മാർഗം ഞാൻ കാണുന്നില്ല. ഇത്ര മനസ്സിൽ പറഞ്ഞിട്ട് പിന്നെ പറയാം എനിക്കും പറ്റുന്നില്ല, എനിക്ക് ഒരു തരത്തിൽ കിട്ടുന്നില്ല അങ്ങനെ വിവരിക്കേണ്ടെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ദിവ്യമണവാളൻ ആത്മാവോട് ഒന്നിച്ചുണ്ടെന്നും താൻ അവളെ വിളിക്കുന്നുവെന്ന് നിസ്സന്ദേഹം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുവെന്നും ശ്രവിക്കാതിരിക്കുക അസാധ്യമായ ഒരു നേരിയ സ്വരം ഉള്ളിൽ നിന്ന് വരുന്നുവെന്നും ഒക്കെ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നൊരു മാറി നിന്ന് വീക്ഷിച്ചിട്ട് ഇത് തിരിയുന്നില്ലാത്ത സഹോദരിമാരിലെ വായനക്കാർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നാം. ദൈവമണവാളൻ തന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഒരു വശത്തുണ്ടെന്ന് പറയുന്നു, അവിടെ തന്നെ വിളിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാന്ന് പറയുന്നു, അത് ശ്രവിക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് എന്നതാ വേദനയാന്ന് പറയുന്നു. ഇതൊക്കെ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. 7ാം സദനത്തിൽ വസിക്കുന്ന അവിടുന്ന് അത്ര വ്യക്തമല്ലാത്ത ഒരു സ്വരത്തിലാണ് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് നമ്മളിപ്പോ 6 ആയിട്ടുള്ളൂ, അവിടുന്ന് 7-ലാണുള്ളത്. അപ്പൊ 7-ലായിരിക്കുന്ന അവിടുന്ന് സംസാരിക്കുന്നത് വിളിക്കുന്നത് 6-ലായിരിക്കുന്ന വ്യക്തിക്ക് അത്ര അങ്ങ് കേൾക്കത്തില്ല, അത്ര തിരിയുന്നില്ല. പെരയ്ക്കകത്തിരിക്കുന്ന വ്യക്തി മുറ്റത്ത് നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന പോലെ അല്ല, അപ്പുറത്തെ മുറിയിൽ നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന പോലെയാണ്. അകത്തെ മുറിയിൽ നിന്നും പുറത്തെ മുറിയിൽ ആളെ വിളിക്കുന്ന പോലെ സ്വരം കേൾക്കാം, പക്ഷെ കിട്ടുന്നില്ല, കേൾക്കുന്നുണ്ട് താനും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ മുത്തശ്ശി പറയുകയാണ്. 7ാം സദനത്തിൽ വിളിക്കുന്നത് കൊണ്ടാണ് അവ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് തോന്നുന്നു. മറ്റു സദനങ്ങളിൽ അധിവസിക്കുന്നവർ ഇന്ദ്രിയങ്ങള്, ഭാവന, അന്തഃശക്തികൾ അനങ്ങുവാൻ പോലും തുനിയൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടു, മറ്റാദ്യ സദനങ്ങളില് വിചാരിപ്പുകാരായിട്ടും സഹായികളായിട്ടും ഇങ്ങനെ ഉള്ള നമ്മുടെ തന്നെ ഭാവനയും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വില്ല്, മനസ്സ്, തീരുമാനം, ഇതൊക്കെ ഇപ്പോഴൊന്നും അനങ്ങുന്നേ ഇല്ല. അവരൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കുക, അവർക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ അവർ നിസ്സഹായരല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ഒന്നും അവർക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. സർവശക്തനായ എൻ്റെ ദൈവമേ, അങ്ങയുടെ രഹസ്യങ്ങൾ എത്രയോ അഗ്രാഹ്യം. ഇത് വലിയ സ്വർഗീയ രഹസ്യമാണ്, ആത്മീയ രഹസ്യമാണ്. ഇവിടെ ബുദ്ധി കൊണ്ടൊന്നും ചെയ്യാനോ ആലോചിക്കാനോ ചിന്തിക്കാനോ ഭാവന അതൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല, ഒരു ഉപകാരവും ഇല്ല. അങ്ങനത്തെ അനുഭവം കാണാനും ഗ്രഹിക്കാനും ഈ ലോകത്തിൽ സാധിക്കുന്ന ഏത് കാര്യത്തിൽ നിന്നും ആധ്യാത്മിക വിഷയങ്ങൾ എത്ര വ്യത്യസ്തം. പുസ്തകങ്ങളിലൊക്കെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ കണ്ടിട്ടില്ലാത്തതാണ്, കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ കണ്ടതെന്ന് പുസ്തകം പറഞ്ഞ് നമുക്കറിയാം. അതുകൊണ്ട് അവാച്യമാണ്, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുകയില്ല, വിവരിക്കാൻ പറ്റുകയില്ല എന്ന് പുസ്തകം പറയുന്നു. പൗഷ്ടികനായ ആത്മീയ അനുഭവങ്ങൾ ദർശനം കിട്ടിക്കഴിയുമ്പോൾ അതേപറ്റി ഒന്നും പറയുകയല്ല. അത് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണ്, പക്ഷെ അങ്ങനെ അല്ലതാണ്. പക്ഷെ പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു നിസ്സഹായത അനുഭവിക്കുന്നതായിട്ട് നമ്മൾ ഈ ആത്മീയ അതിഭൗതിക അനുഭവങ്ങളുള്ള വ്യക്തികൾ പങ്കുവെക്കുമ്പോൾ കാണുന്നുണ്ട്. അതിന് അമദസ്യ പറയുന്നത് ആധ്യാത്മിക വിഷയങ്ങൾ എത്ര വ്യത്യസ്തമാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നും. ആത്മാക്കളിൽ അങ്ങ് നിർവഹിക്കുന്ന മറ്റ് വിശേഷ അനുഗ്രഹങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ഇത് കേവലം നിസ്സാരമാണെങ്കിലും ഇതിനെ വിവരിക്കാൻ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി പറയാൻ പോകുന്ന മറ്റ് അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ അതെല്ലാം
താരതമ്യം ഇതൊന്നും ആയിട്ടില്ല, വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇതിനെ വിവരിക്കാനായിട്ട് മറ്റു മാർഗമൊന്നും ഞാൻ കാണുന്നുമില്ല എന്ന് നമ്മൾ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.